ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഇടുന്നത്. പണ്ട് ഇട്ട് വെറുപ്പിച്ചതാണ്, പിന്നെ എന്താ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഈ ഒരു ഇൻട്രോ ആയിട്ട്. ഓക്കെ, എന്തായാലും ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഞാൻ ഇന്ന് മടിച്ചിട്ട് ഇന്ന് ഓഫീസിൽ പോകേണ്ടിരുന്നിട്ടുള്ള ഒരു ദിവസമാണ്. മടിച്ചിട്ടെന്നല്ല, എനിക്ക് 2 ദിവസമായിട്ട് സുഖമില്ലായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഇന്ന് ഞാൻ പോയിട്ടില്ലായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഷമമുള്ള ദിവസമാണ്. എങ്കിൽ പോലും ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. എമർജൻസി ആയിട്ട് എൻ്റെ അഭിയും കുട്ടനും നാട്ടിൽ പോവുകയാണ്. എൻ്റെ ആദപ്പനും അഭിയും നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഷോപ്പിങ്ങും പിന്നെ അവിയുടെ ബർത്ത്ഡേ വരാണ് ഈ വരുന്ന May 25th. സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അഭിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ കരുതി വെച്ചിരുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് May 3 അപ്പം May 3 അഭിക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതപ്പന് അഭിയാണ് നാട്ടിൽ പോകുന്നത്, ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ സർപ്രൈസ് കൊടുത്തിട്ട് വിടാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ഒരു വീഡിയോ ആണ്. അപ്പം എത്രത്തോളം ലെങ്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളും സർപ്രൈസ് കൊടുക്കുന്നതും പിന്നെ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാട്ടെ. അഭി വരുന്നുണ്ട്. ഇതിനിടയിൽ അഭി കയറി വന്നു. സോ സർപ്രൈസിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, പിന്നെ പറയാം. വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്ന്. കണ്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോ ഓക്കെ നമ്മൾ ഇന്ന് അഭിനെ സർപ്രൈസ് ചെയ്യും. അഭി സർപ്രൈസ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. അങ്ങനെ താണ്ട ഞാൻ റെഡി ആയിട്ട് പോവുകയാണ് അഭിനെ സർപ്രൈസ് ചെയ്യാൻ. സർപ്രൈസ് ആവുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ താണ്ടേ ഞങ്ങൾ ഇവിടുത്തെ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിൽ നമ്മൾ എത്തി. അങ്ങനെ താണ്ട അഭിയും കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗോൾഡ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അഭി ഇങ്ങനെ സർപ്രൈസ് ആവാനാണ്. അവിടെ ചെന്നിട്ട് ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അഭിക്ക് കാര്യം മനസ്സിലായി, ഇവളെനിക്ക് എന്തോ വാങ്ങിത്തരാൻ പോവാണെന്ന്. അപ്പോൾ അഭിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അഭി ബർത്ത്ഡേ ഒക്കെ വരാൻ പോവല്ലേ, ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന പോലെ. അഭി സത്യം പറഞ്ഞാൽ സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അഭിയും കൂടെ അവിടെ വെയിറ്റ് ചെയ്യണം. അവർ കുറച്ചധികം കളക്ഷൻസ് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഭിനെയും എന്നെയും കുറച്ച് കളക്ഷൻസ് കാണിച്ചു വന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം അതിനോടൊപ്പം തന്നെ നമ്മൾ 2-3 ജ്വല്ലേഴ്സിലും കൂടെ കയറി. പക്ഷേ അവിടെ നിന്ന് ഇത്ര കളക്ഷൻസ് ജെൻസിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പർച്ചേസ് ആക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഗോൾഡെല്ലാം എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ. ഞാൻ കാണിച്ചില്ല കേട്ടോ ഗോൾഡൊക്കെ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനത് കണ്ടത്. വാലിട്ടപ്പോൾ വാലിൻ്റെ കോലം നോക്കി. എന്താ അല്ലേ, ഒരു ബോധമില്ലാണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നക്ഷത്ര ജ്വല്ലേഴ്സ് ഇത് ശരിക്കും എൻ്റെ റൂമിന് തൊട്ടടുത്തുള്ള നെസ്റ്റോയിലാണ് കേട്ടോ. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന് ഉള്ളിലുള്ള നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 0% മേക്കിംഗ് ചാർജ് ആണ്. അങ്ങനെ ഞാൻ അഭിൻ്റെ മുടി കണ്ടിട്ട് ചിരിക്കുകയാണ് ഗൈസ്. നോക്കിക്കേ നിങ്ങൾ ആ മുടിയുടെ കോലം. നാട്ടിൽ പോകുന്നത് പ്രമാണിച്ച് മുടി കളറാക്കിയതാണ്. കളറാക്കിയതിന് ശേഷമാണ് അഭിക്ക് മനസ്സിലായത് ഒരു ബംഗാളിയെ പോലെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ബംഗാളിയുടെ കൂടെ ഇരിക്കാൻ തന്നെ നാണക്കേടാവുകയാണെന്ന്. അങ്ങനെ അഭിൻ്റെ മനസ്സിനെ ആകെ വിഷമിപ്പിച്ചിട്ട് അഭി ഇപ്പം മുടിയുടെ കളർ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അഭിനെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അഭിയായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് ശരിക്കും നല്ല നാണക്കേടുണ്ട്. കാരണം എല്ലാവരും അഭിനെ നോക്കുന്നുണ്ട്. അഭിക്ക് ഒട്ടും ചേരുന്നില്ല. അങ്ങനെ താണ്ടെ നമ്മുടെ ചെയിൻ അവർ നമുക്ക് കാണിച്ചു വന്നു. ഇതാണ് നമ്മൾ പർച്ചേസ് ആക്കിയ ചെയിൻ. നല്ല രസമുണ്ട്. ആക്ച്വലി നമ്മളൊരു സച്ചിൻ ചെയിനാണ് ആദ്യം വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സച്ചിൻ ചെയിനൊക്കെ ഔട്ടായി മോനെ, എല്ലാവരും സച്ചിൻ ചെയിനും കാര്യങ്ങളൊക്കെ ഇടും, നമുക്ക് വെറൈറ്റി പിടിക്കാം. എൻ്റെ കയ്യിൽ സച്ചിൻ ചെയിൻ നടക്കുന്നത്. അങ്ങനെ താണ്ട് നമ്മൾ ഈ ചെയിൻ സെറ്റാക്കി അഭിക്ക് ഇട്ട് നോക്കുവാണ്. ശരിക്കും അഭി ഓക്കെ ആയത് ഗോൾഡ് വാങ്ങിക്കൊടുത്തോണ്ട് മാത്രമാണ് കേട്ടോ. വേറെ അൺനെസസറി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാശ് ചിലവാക്കിയാൽ അഭിക്ക് തീരെ ഇഷ്ടമല്ല. സോ ഇതൊരു ഗോൾഡ് ആയതുകൊണ്ട് മാത്രം അഭി ഓക്കെ ആയിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റും അഭിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ അങ്ങേ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റും അഭിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓവറായിട്ട് പൈസ ചിലവാക്കുന്നതിൽ അഭിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ അതൊരു അസറ്റ് ആയതുകൊണ്ട് അഭി ഓക്കെ ആയിരുന്നു, അഭിക്ക് ഇഷ്ടമായി. ഗായ്സ് ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയായി. ഇതൊട്ട് സർപ്രൈസ്ഡ് ആയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ തന്നെ അഭിക്ക് മനസ്സിലായി ചെയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിയാമാളിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടമായി, ഞാൻ ഹാപ്പി കസ്റ്റമർ. ഓക്കെ, അങ്ങനെ നമ്മളിതാ നേരെ വീട്ടിൽ വന്നു. നമ്മൾ കുറേ അധികം സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചു. കുറേ അധികമില്ല, കുറച്ച് സാധനങ്ങൾ. കാരണം ഈ റീസെൻ്റ് നമ്മൾ പോയിട്ട് വന്നുകൊണ്ട് അങ്ങനെ അധികം ഒന്നും വാങ്ങിക്കുന്നില്ല. 2 വീട്ടുകാർക്കും കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളും ചോക്ലേറ്റ്സും അതൊക്കെ ഉള്ളൂ. പിന്നെ ആദൂന് ഈ ഗീ കൊടുത്തയക്കുന്നുണ്ട് അവിടെ അവൻ്റെ ഫുഡിലെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളും മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൈസ് അതുവിൻ്റെ പപ്പാനെ കാണുന്നില്ല. പപ്പാനെ കണ്ടുപിടിക്കാൻ നമ്മൾ പോവുകയാണ്.
അതിന് പപ്പായെ കാണാണ്ട് ഒരു അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പപ്പായെ തപ്പി ഇറങ്ങിയൊക്കെയാണ്. കണ്ടുപിടിക്കാം കേട്ടോ കേട്ടോ. നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പപ്പായെ നമ്മൾ ഉടനെ കണ്ടുപിടിക്കുന്നതായിരിക്കും അല്ലേ അല്ലേ. അങ്ങനെ അതിൻ്റെ പപ്പയെ കണ്ടുപിടിച്ചിരിക്കുന്നു. പപ്പ മുടിയുടെ കളറ് മാറ്റാനായിട്ട് താഴത്ത് സലൂണിൽ വന്നിരിക്കുകയാണ് ഞങ്ങളോടൊരു വാക്ക് പറയാണ്ട്. ഞങ്ങൾ പപ്പയെ കണ്ടുപിടിച്ചു. പപ്പ ഇവിടെ മുടിയൊക്കെ വൃത്തിയാക്കി കളറൊക്കെ മാറ്റാൻ പോവുകയാണ്. ഞാൻ അത്രമേൽ കളിയാക്കിയത് കൊണ്ട് മാത്രമാണ് അബി ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതും വെച്ച് നാട്ടിലെങ്ങാനും പോലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ എന്തായിരുന്നേനെ. എന്തായാലും അബി ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഞാനും അതിവിടെ കളിക്കുകയാണ്. അതുകൊണ്ടേ അബി കാണിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അങ്ങനെ ഞാനിവിടെ ആകെ ബോറടിച്ചിരിക്കുകയാണ്. ഇന്നൊരു ഓഫ് ഡേ കിട്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കല്ല, റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാണ് ഓഫ് എടുത്തത്. അതിൻ്റെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ മുഖത്ത് കോലം നോക്കുന്നത്. എന്താ അല്ലേ ടാനടിച്ച് പിമ്പിൾസായിട്ട് ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോലും എനിക്ക് ഒരു സമയവും കിട്ടുന്നില്ല. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനി എനിക്കൊന്ന് മെനയാവാൻ എപ്പോഴാണോ ടൈം ഞാൻ കണ്ടെത്തുക എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ താണ്ടെ ആദുവിൻ്റെ പപ്പ താണ്ടെ കളറൊക്കെ മാറ്റി വൃത്തിയായിട്ട് മനുഷ്യക്കോലായിട്ടുണ്ട് ഗൈസ്. ശരിക്കും എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ആണുങ്ങൾ കളർ ചെയ്യുന്നതിൽ ഒരു താല്പര്യമില്ല. ഗേൾസ് ഓക്കെ ഫൈൻ, അവർക്ക് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. പക്ഷേ എനിക്ക് ആണുങ്ങൾ കളർ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടലേ ഇല്ല. എൻ്റെ അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ അമ്മ കണ്ട അമ്മ നല്ല ചീത്ത പറയും, അബിയുടെ അമ്മയും ചീത്ത പറയും. സോ എനിക്കിതാണ് ഇപ്പോൾ ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങളതാണ് നേരെ അബി ഇപ്പം ഹാപ്പി, ഞാനും ഇപ്പം ഹാപ്പി, ആദപ്പനും ഹാപ്പി, അവൻ്റെ പപ്പയും കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ താണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ നേരെ ഇറങ്ങിയപ്പോൾ അബി ചോദിച്ചു ഞാൻ എന്താ പരിപാടി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പുറത്തിറങ്ങിയില്ല, നമുക്കൊരു ചായ കുടിക്കാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം. ഇപ്പോൾ നോക്കട്ടെ, തല കാണിക്കൂ ഗൈസിന്. ഇതാണ് ഇത് ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ്. പുതിയ ചെയിൻ കാണിച്ചോട് ഞാൻ വാങ്ങിച്ചു തന്നാ. എനിക്ക് വെയിറ്റ് കാണിക്ക്. കണ്ടോ സബ്സ്ക്രൈബേഴ്സ്, കണ്ടോ നിങ്ങളെ? അതൊക്കെ നല്ലൊരു ഭാര്യയെ കിട്ടിയാണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അബിക്ക് എങ്ങനെയും വൈൻഡ് അപ്പ് ചെയ്ത് പോയാൽ മതി, പക്ഷേ എനിക്കിത് പറ്റത്തില്ലല്ലോ. സോ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ അടുത്തുള്ളൊരു ചായക്കടയിൽ പോവുകയാണ് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും പരാതി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വീഡിയോയിലൊന്നും സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോയിൽ 2 വാക്ക് സംസാരിക്കും അബി. എന്തിനു പറ, ലൈക്ക് ചെയ്യാൻ പറ. എന്തൊരു വിഷമോ. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കണേ. എന്നെ അബി കളിയാക്കും, നിന്റെ വീഡിയോസ് ആരും കാണത്തില്ലെന്ന്. ഒന്നില്ലെങ്കിലും 100-300 പേര് കാണുമല്ലോ, അതാണ് എൻ്റെ സന്തോഷം. ഞാനിപ്പോൾ അതേപോലെ എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയത്തില്ല. ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ചായ വിത്ത് കടി, നല്ല കടി. എൻ്റെ കണ്ണാപ്പി കാണിച്ചു കൊടുത്തേ. ആദുവിന് മുടി വെട്ടി ഗൈസ്. അത് ഭയങ്കര എന്താ പറയാ, ആദുവിന്റെ മൂഡ് ശരിയല്ല. അത് കരയുന്നു ഗൈസ്, അത് കരയുന്നു ഗൈസ്. അതാണ് നമ്മൾ ചാടിക്കാൻ വന്ന കട, അഗതി റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ തൊട്ട് അടുത്താണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ചായയും ഒരു കടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ പോകുമ്പോൾ എന്ത് വാങ്ങിക്കും എന്നുള്ളത് അവിടെ ചെന്നിട്ട് അറിയാം. ഓക്കെ, അങ്ങനെ അബിത എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ത് ചെക്കൻ പറയുന്നതെന്ന്. അങ്ങനെ നമ്മൾ അഗതി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ടോ എന്നെനിക്ക് നോക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു പോകുന്നത് ആ പൊരിപ്പൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഴംപൊരി വേണം എനിക്ക്, പിന്നെ എനിക്ക് സുഖിയൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി. പുറത്തിരിക്കാനേ പറ്റത്തില്ല, ചൂട്, ഇവിടുത്തെ ചൂട് പറയാൻ വയ്യ, അത്രയ്ക്ക് ചൂടാണ്, പുറത്തിരിക്കാനേ ഒക്കത്തില്ല. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഇരുന്നിട്ട് എനിക്കൊരു പഴംപൊരിയും സുഖിയനും ഓർഡർ ചെയ്തു, ആദപ്പനും ഒരു പഴംപൊരി ഓർഡർ ചെയ്തു, പിന്നെ ഞാനൊരു പരിപ്പോടെ ഓർഡർ ചെയ്തു. എനിക്കിങ്ങനെ ഇഷ്ടം ഓർഡർ ചെയ്ത് വാങ്ങാം, പക്ഷെ കഴിക്കത്തില്ല കേട്ടോ. അതെന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാം. ഫുഡ് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടും, പക്ഷേ അതിൽ കംപ്ലീറ്റ് കഴിക്കത്തില്ല, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ പഴംപൊരിയും പരിപ്പോടെയും പിന്നെ അബി എന്ത് ഇറച്ചിപ്പത്തലും പറഞ്ഞു, അതൊക്കെ വന്നു. അപ്പോൾ ആദുവിന് പഴംപൊരി വേണം. അങ്ങനെ നമ്മൾ ആദുവിൻ്റെ കയ്യിലോട്ട് പഴംപൊരി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അബിയും നാടെ ഇറച്ചിപ്പത്തലൊക്കെ കഴിക്കുകയാണ്. അബിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, ഓക്കെയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഈ ഇറച്ചിപ്പത്തലൊന്നും, എനിക്ക് നമ്മുടെ പഴംപൊരി തന്നെ കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് എൻ്റെ കയ്യിലോട്ട് പിടിക്കുകയാണ്, അത് താ മമ്മി, അത് താ മമ്മി എന്ന്. എൻ്റെ കയ്യിലാണ് മറ്റേ സാധനം ഇരിക്കുന്നത്, പരിപ്പോട. അപ്പം ഞാൻ ആദൂനും അത് കുറച്ച് വെച്ച് കൊടുത്തു. അങ്ങനെ അവൻ എന്താണ്ടേ പഴംപൊരി തട്ടിപ്പറിക്കാൻ നോക്കുന്നു. ഞാൻ ഒട്ടും ഇട്ട് കൊടുത്തില്ല,
ഞാൻ തന്നെ വാങ്ങിച്ചെടുത്തു. ഞാൻ തിന്നിട്ടേ ഉള്ളൂ നിനക്ക്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കഴിച്ചിട്ടേ ഉള്ളായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ തിരിച്ചാട്ടോ. ഞാൻ എന്ത് സാധനമെങ്കിലും ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ട് അവന് കൊടുക്കും കേട്ടോ. അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും കഴിക്കുന്ന തരത്തിൽ നോ കോംപ്രമൈസ്. അത് കുട്ടിയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും. അങ്ങനെ ഞാൻ പഴംപൊരി കഴിച്ചിട്ട് അവന് കൊടുത്തു. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അവന് കൊടുക്കത്തോളൂ കേട്ടോ. അങ്ങനെ പരിപ്പ് വടയും ഞങ്ങൾ 2 ഷെയറാക്കി കഴിച്ചു. പരിപ്പ് വട അടിപൊളിയായിരുന്നു, പഴംപൊരി അടിപൊളിയായിരുന്നു. അങ്ങനെ താണ്ടെ ചായ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ചായക്ക് പകരം എന്ത് ഓർഡർ ചെയ്യുന്ന ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ലൈം സോഡ ഓർഡർ ചെയ്യാം. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ താണ്ട് അബീനെ കൊണ്ട് ലൈം സോഡ ഓർഡർ ചെയ്യിപ്പിച്ചു. അതിനിടെ ഞാനൊരു സുഗീനും അകത്താക്കി. അങ്ങനെ സുഗീനയും കഴിച്ച് പഴംപൊരിയും കഴിച്ച് പരിപ്പുവടയും കഴിച്ച് വയറാകെ നിറഞ്ഞു. അങ്ങനെ അച്ഛനും മോനും കഴിച്ചൊക്കെ തീർന്ന് അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലൈം സോഡ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ ഒരു പരിപ്പുവട, ഒരു പഴംപൊരി, ഒരു സുഗീൻ 3 ഞാൻ അകത്താക്കിയിരിക്കുന്നു. ലൈം സോഡയും വാങ്ങി പോവുകയാണ്. ചായ കുടിക്കാൻ വന്ന ഞാൻ ലൈം സോഡ വാങ്ങിയതിലുള്ള ദേഷ്യമാണ് എൻ്റെ ഭർത്താവിന്. അങ്ങനെ കണ്ട് നമ്മൾ ലൈം സോഡയൊക്കെ വാങ്ങി ഇത് നേരെ റൂമിലോട്ട് പോവുകയാണ്. ഒരു ഓഫ് എടുത്തിട്ട് അത് ഇങ്ങനെ തീർന്നു. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതല്ല ഗൈസ് നമ്മുടെ ഫ്ലാറ്റ്. ഈ വൃത്തികെട്ടതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇത് കുറച്ച് കൂടിയ ഫ്ലാറ്റാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. എൻ്റെ ഓഫ് ഇതാ കഴിയാറായി. എന്നും ഓഫാ. ശരിയാണ്. ഇവർ ലാസ്റ്റ് 1 വീക്കായിട്ട് ഞാൻ എന്നും ഓഫാ. ഇങ്ങനെ സുഖിച്ച് ജോലിക്ക് വന്ന ഒരാളിപ്പോൾ ഞാനാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ഞാൻ ഈ ലൈം സോഡ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഈ ബാൽക്കണി തുറന്നാൽ കുറച്ചും കൂടെ വെട്ടം കിട്ടും. അപ്പം അത് ബാൽക്കണി തുറന്നിട്ടിട്ട് വീഡിയോ എടുക്കാം. അപ്പം ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഇന്നെനിക്ക് ഓഫായിരുന്നു. അപ്പം അതിനിടയിൽ ഇവർ നാട്ടിൽ പോകുന്നതിൻ്റെ കൊച്ചു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അബിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഞാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ വൈകിട്ട് ചാവടിക്കാൻ പോയി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ആണ്. ഓക്കെ, സോ ലവ് യു ഓൾ.